എമ്പുരാൻ എന്ന സിനിമയുടെ ഓളങ്ങൾ ഇപ്പോഴും തിയേറ്ററുകളിൽ അലയടിക്കുമ്പോഴും വിഷുക്കാലം ഇങ്ങെത്തിയിരിക്കുകയാണ്. പുതിയ പുതിയ സിനിമകൾ തിയേറ്ററിലേക്ക് വരാൻ പോകുന്നു. അതിന്റെ ഭാഗമായി ചിത്രത്തിന്റെ ബുക്കിങ്ങുകളൊക്കെ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിഷു ചിത്രങ്ങളുടേത്. എമ്പുരാൻ തിയേറ്ററിൽ നിന്നും 80 കോടിയും മറികടന്നു എന്ന വിവരങ്ങളാണ് ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത്. എമ്പുരാന്റെ ഓളങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് നമ്മൾ കാണുകയാണ്. ഇപ്പോഴും ചിത്രം ഗംഭീരമായി തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രി ഹിറ്റ് കേരള ബോക്സ് ഓഫീസിൽ നേടാൻ ഇനി വെറും 9 കോടി കൂടി മറികടന്നാൽ മതി. 2018 എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ തീർത്ത ഒരു വലിയ കളക്ഷൻ ഉണ്ട്. അതിനെ മറികടന്നാൽ എമ്പുരാൻ മോളിവുഡിലും ഇൻഡസ്ട്രി ഹിറ്റ് ആകും. വലിയ പ്രസ്റ്റീജിയസ് നമ്പറായി തന്നെയാണ് ആശീർവാദ് സിനിമാസ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. മോഹൻലാൽ അടക്കമുള്ളവർ ഇത് അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. 80 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും എമ്പുരാൻ നേടി ഒരു ഹിസ്റ്ററി തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതും 12 ദിവസം കൊണ്ട്. എന്നിരുന്നാലും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന മോഹൻലാൽ സിനിമകളെ നോക്കി തന്നെയാണ്. അങ്ങനെ ചില മോഹൻലാൽ സിനിമകളെ കുറിച്ച് സംസാരിക്കുകയാണ് പല പ്രേക്ഷകരും. കാരണം തുടരുമെന്ന സിനിമയുടെ റിലീസിംഗ് തീയതിയും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട് കഴിഞ്ഞു. ഈ മാസം തന്നെ എത്തുകയാണ്. പോസ്റ്റ് കോവിഡ് ശേഷം ഒരു ഹൈപ്ഡ് മോഹൻലാൽ പടത്തിന് മിക്സഡ് റെസ്പോൺസ് കിട്ടിയാൽ ബോക്സ് ഓഫീസിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. 250 കോടി വേൾഡ് വൈഡ് ഹൈയസ്റ്റ് ഗ്രോസ് മൂവി ഓൾ ടൈം ബ്ലോക്ക് ബാസ്റ്റർ പിറന്നിട്ടുണ്ട്. ഇപ്പോഴും പുലിമുരുകൻ, ദൃശ്യം, ലൂസിഫർ പോലെ ഹെവി പോസിറ്റീവ് വന്നാൽ എന്താകുമെന്ന് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല നമ്മളെല്ലാവരും. ഇനി മോഹൻലാലിന്റേതായി വരുന്ന 6 പടങ്ങളെ കുറിച്ചാണ് പറയാൻ ഉള്ളത്. വളരെ പ്രതീക്ഷയുള്ള 6 പ്രോജക്റ്റുകൾ. പോസ്റ്റ് എമ്പുരാൻ റിലീസ് സെനാരിയോ വളരെ ഇമ്പാക്ട് ആക്കാൻ കഴിയുന്ന 6 പ്രോജക്റ്റുകൾ. ആദ്യം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് തുടരും എന്ന ചിത്രം തന്നെയാണ്. അനൗൺസ്മെന്റ് മുതലേ പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്ത ഒരു പടം ഒരു പോയിന്റിൽ പ്രോബ്ലം ഉണ്ടാക്കിയെങ്കിലും അതെല്ലാം ഒഴിഞ്ഞ് ഇപ്പോൾ എല്ലാം ഭംഗിയായി റിലീസിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിഷ്യൽ ഗുഡ് റെസ്പോൺസ് ആണ് കിട്ടുന്നത് എങ്കിൽ ഇതിന്റെ പോസിറ്റീവ് റെസ്പോൺസ് മറ്റൊരു ബ്ലോക്ക് ബാസ്റ്റർ ഉറപ്പിക്കാമെന്നാണ് കരുതേണ്ടതും. അതിനെക്കുറിച്ചുള്ള പ്രൊഡിക്ഷൻ ഒക്കെ നടത്തിക്കൊണ്ട് പ്രേക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്തുകയുണ്ടായി. ഒരു ഗംഭീര പോസിറ്റീവാണ് ഈ ചിത്രത്തിന് ലഭിക്കുന്നതെങ്കിൽ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറമുള്ള ഒരു റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നത്. ഏപ്രിൽ 25 ചിത്രം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. 2 ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട് മോഹൻലാൽ ഒന്നിക്കുന്ന ചിത്രമാണ്. ഈ കൂട്ടുകെട്ട് മലയാളികൾക്ക് എന്നും പ്രിയങ്കരമാണ്. ആ കൂട്ടുകെട്ടിൽ വരുന്ന ഈ ഒരു പടം ഓണം റിലീസായി പ്ലാൻ ചെയ്ത് റിവ്യൂസ് അകമ്പടിയില്ലാതെ ഫാമിലി ഓഡിയൻസ് ഒന്നടങ്കം തിയേറ്ററിൽ എത്തിക്കാൻ കെൽപ്പുള്ള പടം. അതിനും വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ നൽകുന്നത്. കുറെ പേരൊക്കെ പറയുന്നുണ്ട് തുടരും, എമ്പുരാൻ എന്നിവയെക്കാളിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഹൃദയപൂർവ്വത്തെ കുറിച്ച്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മോഹൻലാൽ ഇനി ചെയ്യാൻ പോകുന്ന ചില സിനിമകളെ കുറിച്ചും കൂടി അവർ പറയുന്നുണ്ട്. അമൽ നീരജ്, ജിത്തു മാധവൻ 2 പടങ്ങൾ ഡയറക്ടർമാർ ഏറെ പ്രിയപ്പെട്ടവരാണ്. എമ്പുരാന് ശേഷം ഈ പടങ്ങൾക്ക് കിട്ടാനിരിക്കുന്ന അഡ്വാൻറ്റേജ് വളരെ വലുതാണ്. ഹൈപ്പ് എന്ന സംഭവം വിടാം. എന്നിരുന്നാലും ഈ ഒരു കോംബോയിൽ നിന്ന് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന 2 കിടുപടങ്ങൾ തന്നാൽ മറ്റൊരു റെക്കോർഡ് ചരിത്രം കുറിക്കാം. ഒരെണ്ണം അടുത്തന്നെ തുടങ്ങുമെന്നാണ് ചില റിപ്പോർട്ടുകൾ. മറ്റേത് ടൈം കൺസ്യൂം പ്രോജക്റ്റ് ആണ്. രണ്ടിന്റെയും അനൗൺസ്മെന്റ് സോഷ്യൽ മീഡിയ പ്രകമ്പനം കൊള്ളിക്കും. അതിനേക്കാളും മുന്തിയ ബ്രഹ്മാസ്ത്രം തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ദൃശ്യം 3 2026 ഐറ്റം. റെസ്റ്റ് ഓഫ് ഇന്ത്യ സപ്പോർട്ട് ഇല്ലാതെ എമ്പുരാൻ വേൾഡ് വൈഡ് തൂക്കിയെങ്കിൽ ഇതിന് കിട്ടാൻ പോകുന്നത് എന്താകുമെന്ന് ഒന്നും ഇപ്പോൾ പറയാനാവില്ല. കാരണം ദൃശ്യം എന്ന ചിത്രത്തിന്റെ റെസ്പോൺസ് ഏത് ലെവലിലൊക്കെയാണ് പോയിട്ടുള്ളതെന്ന് മലയാളികൾക്ക് നല്ലതുപോലെ അറിയാം. ദൃശ്യം 2 എന്ന ചിത്രം OTT ഇറങ്ങിയപ്പോൾ പോലും ബാക്കി ഭാഷകളിലെ ചിത്രങ്ങൾ കാണാതെ മലയാള ചിത്രം തന്നെ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകരെയും തെലുങ്ക് കന്നഡ പ്രേക്ഷകരെയും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അപ്പം ദൃശ്യം 3 ഇറക്കി വിട്ടാൽ എന്താണ് സംഭവിക്കുക, അതും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ എന്നത് ഇപ്പോഴും ചിന്തിക്കാൻ കഴിയുന്നില്ലെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. എമ്പുരാന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ വലിയ പ്രകമ്പനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും വേൾഡ് വൈഡിൽ ഒരു തൂക്കാൻ എമ്പുരാന് കഴിഞ്ഞു. ഇതൊക്കെ വെക്കുമ്പോഴാണ് ഒരു ഫുൾ ഓൺ പോസിറ്റീവ് കിട്ടുന്ന ഒരു മോഹൻലാൽ ചിത്രത്തെ കുറിച്ച് അവർ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നത്. ഒരു പ്രോപ്പർ പാൻ ഇന്ത്യൻ തീം ആക്കിയാൽ കൊള്ളാം. ഈ 5 പടങ്ങൾ കഴിഞ്ഞാൽ ഡിലേ ആയാലും നമ്മൾ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു പടമാണ് റാം. മേജർ റീസൺ മോഹൻലാലും ജിത്തു ജോസഫും കോംബോ തന്നെയാണ്. പോസ്റ്റ് കോവിഡ് ഈ കോംബോയിൽ വന്ന പടങ്ങൾ തന്നെ ഇമ്പാക്ട് വളരെ വലുതാണ്. റാമിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയില്ലെങ്കിലും ഈ പടം മറ്റൊരു ചരിത്രം ഉണ്ടാക്കുമെന്ന് വിശ്വാസമുണ്ട്. 2025, 26, 27 വർഷങ്ങൾ മലയാളം ഇൻഡസ്ട്രി പീക്ക് ലെവലാണ് കാണാൻ പോകുന്നത് ഈ മനുഷ്യനിലൂടെ ആവും. അതിന് ഈ 6 പ്രോജക്റ്റ് തന്നെ ധാരാളം എന്നാണ് പല പ്രേക്ഷകരും എമ്പുരാന്റെ ഈ റിസപ്ഷൻ കഴിയുമ്പോൾ പറഞ്ഞു വെക്കുന്നത്. കാരണം തിയേറ്ററിന് പോലും ഗംഭീര ലാഭം ഉണ്ടാക്കിയെടുത്ത മോഹൻലാൽ സിനിമ ഇനി മോഹൻലാൽ എന്ന നായകന്റെ ഫുൾ പോസിറ്റീവ് കിട്ടുന്ന ഒരു പടത്തിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഓരോ ചിത്രത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഹൃദയപൂർവ്വം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു. 65കാരന്റെ കാമുകിയായി 30കാരി എന്ന പരിഹാസ കമ്പനിയോട് പ്രതികരിച്ച് മാളവിക മോഹനൻ എത്തിയതായിരുന്നു ആ വലിയ വാർത്തയായത്. മോഹൻലാലിനൊപ്പമുള്ള ഹൃദയപൂർവ്വം സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴാണ് നടിക്കെതിരെ പരിഹാസ കമന്റ് എത്തിയത്. 65കാരന്റെ കാമുകിയായി 30കാരി, പ്രായത്തിന് ചേരാത്ത വേഷങ്ങളാണ് ഈ മുതിർന്ന നടന്മാർ ചെയ്യുന്നത് എന്നായിരുന്നു കമന്റ്. അതിന് മറുപടിയുമായി മാളവിക തന്നെ എത്തുകയായിരുന്നു. കാമുകനാണെന്ന് താങ്കളോട് ആര് പറഞ്ഞു? നിങ്ങളുടെ പാതിവന്ത അടിസ്ഥാനരഹിതമായ അനുമാനങ്ങൾ കൊണ്ട് ആളുകളെയും സിനിമകളെയും വിലയിരുത്തുന്നത് നിർത്തൂ എന്നാണ് മാളവികയുടെ മറുപടി. ഈ മറുപടി വൈറലായതോടെ പരിഹസിച്ചെത്തിയ ആൾക്ക് മറുപടിയായി ആരാധകരും രംഗത്തെത്തി. നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും സിനിമ
സിനിമയുടെ തിരക്കഥ നിങ്ങൾ വായിച്ച് കഴിഞ്ഞെന്ന് എന്നായിരുന്നു ഒരാളുടെ മറുപടി. ബോളിവുഡിൽ അങ്ങനെയാകും, പക്ഷേ മലയാളത്തിൽ തിരക്കഥ ആവശ്യപ്പെടുന്ന ഏതു റോളും അഭിനേതാക്കൾ ചെയ്യും എന്നായിരുന്നു മറ്റൊരാൾ മറുപടിയിൽ കുറിച്ചത്. അതേസമയം സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന 20ാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം. ചിത്രത്തിൽ മോഹൻലാൽ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായാണ് എത്തുക. സത്യനന്ദിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സിനിമയുടെ കഥ അഖിൽ സത്യന്റേതാണ്. അനൂപ് സത്യൻ ചിത്രത്തിൽ അസോസിയേറ്റ് ആയാണ് പ്രവർത്തിക്കുന്നത്. നവാഗതനായ സോനു TP ആണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും എഴുതുന്നത്. നടി സംഗീത, അമൽ ഡേവിസ്, നിഷാൻ, ജനാർദ്ദനൻ, സിദ്ദിഖ്, ലാലു ലക്സ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ.